പഴയ നിയമത്തിലെ ഹബാക്കൂക്ക് ചെറിയ പ്രവാചകന്മാരിൽ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ 3 അധ്യായങ്ങളാണ് നമുക്കുള്ളത്. 3 അധ്യായത്തിലെ 17-ാമത്തെ വചനമാണ്: അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലിവ് മരത്തിൽ കായ്കൾ ഇല്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. എല്ലാം നഷ്ടപ്പെട്ടാലും ദൈവത്തിൽ ആനന്ദിക്കുന്ന ഒരു പ്രവാചകനെയാണ് ഈ വചനങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുക. ഹബാക്കൂക്കിൻ്റെ ഈ വചനം, 17-ാം വചനം, ജോബിൻ്റെ പുസ്തകവുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ്. ജോബ് പറയുന്നുണ്ട്, ദൈവം തന്നു, ദൈവം എടുത്തു, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടട്ടെ. മക്കളും സർവസംഗതികളും നഷ്ടപ്പെട്ടു, നശിച്ചുപോയി, കന്നുകാലികൾ ഇല്ലാതെയായി. ഈ അവസരത്തിൽ ജോബ് പറഞ്ഞ വചനമാണിത്. ജോബിന് എല്ലാം ദൈവം തിരിച്ചു കൊടുക്കുന്നുണ്ട്. ജോബ് പറയുന്ന മറ്റൊരു വചനമാണ്: എൻ്റെ ചർമ്മം അഴുകിയില്ലാതായാലും ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കും. ദൈവത്തെ സ്തുതിക്കുന്ന ഒരു പ്രവാചകനെയാണ് ഹബാക്കൂക്കിൽ നമുക്ക് കാണുവാൻ കഴിയുക. 1-ാം അധ്യായത്തിൽ പ്രവാചകൻ കുറേ പരാതികൾ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ നിരത്തുകയാണ്. 2-ാം അധ്യായത്തിൽ പരാതികൾ തുടരുന്നുണ്ട്, ദൈവത്തിൻ്റെ മറുപടിയുണ്ട്. 20-ാം വചനത്തിൽ പറയുകയാണ്, കർത്താവ് തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, ഭൂമി മുഴുവൻ അവിടത്തെ മുൻപിൽ മൗനം ഭജിക്കട്ടെ. 3-ാം അധ്യായം മനോഹരമായ പ്രാർത്ഥനാഗീതമാണ്. ആ ഗീതത്തിൽ പറയുകയാണ്, അങ്ങയുടെ കരുണയെ അനുസ്മരിക്കണമേ. ദൈവത്തിൻ്റെ മഹത്വം ഭൂമി മുഴുവനും നിറഞ്ഞു. അവിടുത്തെ കരങ്ങളിൽ നിന്ന് രശ്മികൾ വീശി തൻ്റെ ജനത്തിലേക്ക് വരുന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ മഹാമാരി പൂർണ്ണമായി മാറുന്നു. അവിടുത്തെ അഭിഷിക്തൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അങ്ങെപ്പോഴും മുമ്പിലുണ്ട്. അഗതികളെ ദൈവം സംരക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ചാലുകൾ കീറുകയാണ്. ഈ അവസരത്തിലാണ് 17-ാം വചനം ചൊല്ലുന്നത്: അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും എല്ലാം നഷ്ടപ്പെട്ടാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. കർത്താവിൽ ആനന്ദിക്കുന്ന, സ്തുതിക്കുന്ന മക്കളായി തീരുവാൻ പരിശ്രമിക്കാം. ദൈവമേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നിങ്ങൾ മറ്റുള്ളവർക്ക് ഇത് പങ്കുവയ്ക്കണം. എൻ്റെ പേര് സണ്ണി.